ഗാസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം വീണ്ടും. കഴിഞ്ഞ ദിവസമാണ് മധ്യ ഗാസയിലെ വിവിധ മേഖലകളിലേക്കായി ഇസ്രായേലിന്റെ കനത്ത എയർ സ്ട്രൈക്ക് ഉണ്ടായത്. രാത്രിയോടുകൂടി നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മഖാസി അഭയാർത്ഥി ക്യാമ്പിന് സമീപം നടത്തിയ ആക്രമണത്തിൽ 2 ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലി സൈന്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഈ ഹമാസ് ഭീകരന്മാരെ വധിച്ചത് എന്നാണ് ഇസ്രായേലി സേന നൽകുന്ന വിശദീകരണം. നിരവധി തവണ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന ബോംബുകൾ വർഷിച്ചുവെന്നും പടുകൂറ്റൻ ബങ്കറുകൾ നിശേഷം തകർത്ത് തരിപ്പണമായെന്നും ഒരു ഭൂകമ്പത്തിന് സമാനമായ പ്രകമ്പനങ്ങൾ ഗാസയിലുടനീളം ഉണ്ടായി എന്നുമാണ് ഇപ്പോൾ ഗാസയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യ ഗാസയെ പൂർണ്ണമായും ഇസ്രായേലി സേന പിടിച്ചടക്കിയെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. മധ്യ ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയും മധ്യ ഗാസ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ അധീനതയിലാവുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ 1 കിലോമീറ്റർ നീളമുള്ള ഹമാസിൻ്റെ ഒരു ബങ്കർ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. കഴിഞ്ഞ നിരവധി ആഴ്ചകളായി ഗാസയുടെ വിവിധ മേഖലകളിലായി ഇസ്രായേലി സേനയുടെ ആക്രമണം തുടർച്ചയായി നടക്കുന്നുണ്ട്. ഒക്ടോബർ 10 ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നിരുന്നു. ആ വെടിനിർത്തൽ കരാർ പക്ഷേ അധിക നാൾ നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹമാസ് കീഴടങ്ങാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഹമാസിനെതിരെ ഇസ്രായേലി സേന യുദ്ധം ആരംഭിക്കുകയായിരുന്നു. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിലെ നിരവധി ഹമാസ് കേന്ദ്രങ്ങൾ നിശേഷം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഹമാസിൻ്റെ ചില ക്യാമ്പുകളും സംശയിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലി വ്യോമസേന ആക്രമണം നടത്തിയത്. മധ്യ ഗാസയിലും അതുപോലെ തന്നെ റഫയ്ക്ക് സമീപമുള്ള ചില പ്രദേശങ്ങളിലേക്കും ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ നിരവധി തവണ വ്യോമാക്രമണം നടത്തി. പടുകൂറ്റൻ ബോംബുകൾ, ക്ലസ്റ്റർ ബോംബുകൾ അടക്കമാണ് ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന പ്രയോഗിച്ചത്. ഈ ബോംബുകൾ പ്രയോഗിച്ചതിൻ്റെ ഫലമായി ഭൂകമ്പത്തിന് സമാനമായ പ്രകമ്പനങ്ങൾ ഗാസയുടെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് മധ്യ ഗാസയിൽ ഉണ്ടാവുകയും മീറ്ററുകൾ ആഴമുള്ള പടുകൂറ്റൻ ഗർത്തങ്ങൾ ഇതുമൂലം അവിടെ രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളതും പുറത്തു വരുന്ന വാർത്തകളാണ്. എന്തായാലും 2023 ഒക്ടോബർ മാസം 7 ആരംഭിച്ച യുദ്ധം അത് 2 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതാണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഗാസയിലെ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ പൂർണ്ണമായ അന്ത്യം, ഗാസയിൽ നിന്നും സമ്പൂർണ്ണമായി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഒരു സാന്നിധ്യവും ഇനി ഉണ്ടാകരുത്. ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും ആക്രമണം അതിശക്തമായി നടത്തുന്നുണ്ട്. ഗാസയിൽ ഗാസ എന്നത് ഹമാസിൻ്റെ ഒരു കാലത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു. പതിനായിരക്കണക്കിന് ഭീകരന്മാർ ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന പടുകൂറ്റൻ ബങ്കറുകളുടെ ശൃംഖല, ആ ബങ്കറുകളുടെ ശൃംഖല കിലോമീറ്ററുകളടക്കം നീളമുള്ളതായിരുന്നു. 100 മുതൽ 200, 300 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ ശൃംഖലകളായിരുന്നു ഗാസ മെട്രോ എന്നറിയപ്പെട്ടിരുന്നത്. ആ ഭൂഗർഭ മെട്രോയ്ക്കുള്ളിൽ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിരുന്നു. ആയുധങ്ങൾ, റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ, മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ ശീതീകരിച്ച മുറികൾ, ഓഫീസ് സംവിധാനങ്ങൾ, കിലോമീറ്ററുകളോളം ദൂരം വാഹനങ്ങളിൽ സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, എന്തിനേറെ പറയുന്നു ട്രെയിൻ സൗകര്യം വരെ, ചെറിയ ട്രെയിൻ സൗകര്യം വരെ ഈ മെട്രോയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന ഈ ഭൂഗർഭ ബങ്കറുകളെ തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലി സേനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ക്രമേണ ഇസ്രായേലി സേന ആ ലക്ഷ്യത്തിലേക്ക് അടുത്തു. ഇപ്പോൾ ഇതാ 5% താഴെ ഭൂഗർഭ ബങ്കറുകൾ മാത്രമേ ഗാസയിൽ ഇനിയും അവശേഷിക്കുന്നുള്ളൂ. അതിൽ ഒരു ബങ്കറിനെയാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലി സേന തകർത്തത്. എന്തായാലും മധ്യ ഗാസ പൂർണ്ണമായും ഇസ്രായേലി സേന
പിടിച്ചെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഘോരമായിട്ടുള്ള ബോംബിംഗാണ് ഇസ്രായേലി സേന ഗാസയിൽ നടത്തിയത്. ഒരു ഭൂകമ്പം തന്നെ ഗാസയിൽ ഉണ്ടായി എന്നുള്ളതാണ് പ്രദേശവാസികളും പ്രാദേശിക മാധ്യമങ്ങളും നൽകുന്ന വിവരം. ഗാസയെ പൂർണ്ണമായും ഹമാസ് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഏറെ അടുത്തിരിക്കുന്നു ഇസ്രായേലി സേന. അധികം വൈകാതെ തന്നെ ഈ ലക്ഷ്യം അവർ പൂർത്തിയാക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അതേസമയം ഗാസയ്ക്കൊപ്പം ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനനിലും ഇസ്രായേലി സേന ആക്രമണം ശക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനനിലേക്കും ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു കാലത്ത് ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇസ്രായേലി സേനയ്ക്കെതിരെ ഹിസ്ബുള്ള ആക്രമണം ആരംഭിച്ചത്. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. തെക്കൻ ലെബനൻ ഒരു കാലത്ത് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു. ആ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായും തന്നെ ഇസ്രായേലി സേന നശിപ്പിച്ച് നാമാവശേഷമാക്കി. അതുമാത്രമല്ല, ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം തന്നെ തകർത്തു. നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാരെ വധിച്ചു. ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ളയെ ആസ്ഥാന മന്ദിരത്തിലിട്ട് വധിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞു. ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുള്ളയുടെ 1ാം നിരയും 2ാം നിരയും 3ാം നിരയും അടക്കമുള്ള നേതാക്കന്മാരെ പല കാലഘട്ടത്തിലായി ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേവലം 65 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിലാണ് ലെബനനിലെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ ഇസ്രായേലി സേന മുട്ടുകുത്തിച്ചത്. അതുകൂടാതെ തന്നെ യമനിലെ ഹൂതികൾക്കെതിരെയും ഇസ്രായേലി സേന കഴിഞ്ഞ കാലങ്ങളിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു. അതിനൊക്കെ കാരണമായത് ഹമാസിൻ്റെ ഇസ്രായേലിലേക്കുള്ള ഒളിയാക്രമണമാണ്. എന്തായാലും ഒക്ടോബർ മാസം 7, 2023 ആക്രമണത്തിന് വലിയ വിലയാണ് ഹമാസിന് കൊടുക്കേണ്ടി വന്നത്. ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം പരിപൂർണമായും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന. ഗാസ പരിപൂർണമായും ഇസ്രായേലി സേന പിടിച്ചെടുക്കുന്ന ദിവസം അധികം വൈകില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.